എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്രൂം മേക്ക് ഓവറോട് കൂടിയിട്ടാണ് കേട്ടോ. ഞാനുള്ളത് ഞങ്ങളുടെ സ്റ്റുഡിയോയിലാണേ. ഇത് ശ്രീനാഥിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് ഇന്ന്. വിവേകിൻ്റെ കസിൻ്റെ പെങ്ങടെ മോനാണ് ശ്രീനാഥ്. ചെറിയ രീതിയിലുള്ള കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ശ്രീനാഥിൻ്റെ ഫാമിലിയാണ് കേട്ടോ ഈ വണ്ടിയിലുള്ളത്. ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു എൻഗേജ്മെൻറ്റ് ഡ്രസ് പർച്ചേസിങ്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരാന്ന് ബ്രൈഡ് ഗ്രൂമെന്നൊന്നും. അപ്പോൾ ഇന്നാണ് അവരുടെ എൻഗേജ്മെൻറ്റ് ഡേ കേട്ടോ. ഇവർ കാസർഗോഡാണ്, പെണ്ണിൻ്റെ വീട് കൂത്തുപറമ്പിലാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴി നമ്മുടെ കണ്ണപുരത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയതാണ്. അങ്ങനെ ഞങ്ങൾ കൂത്തുപറമ്പിലെത്തി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു ബസ് നിറയെ ആൾക്കാർ കാസർഗോഡ് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ വിവേകിൻ്റെ കസിൻ ശ്രുതിയേച്ചി. അപ്പോൾ ശ്രുതിയേച്ചീൻ്റെ റിലേഷനാണ് ശ്രീനാഥ് ആക്ച്വലി. അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് നടന്നു. കുറച്ചൊന്നും ഉള്ളോട്ടേക്കാണ് കേട്ടോ പെണ്ണിൻ്റെ വീടുള്ളത്. ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ എത്തിയത്. ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു മുഹൂർത്തമായിരുന്നു കേട്ടോ ഇവരുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടി കിട്ടിയിട്ടുണ്ടായത്. വീട്ടിലൊക്കെ വെച്ച് നടക്കുന്ന എൻഗേജ്മെൻറ്റും കല്യാണമൊക്കെ ഇപ്പോൾ വളരെ കുറവാണല്ലോ. എല്ലാ ഓഡിറ്റോറിയത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മിനി ഹാളിലേക്കോ ഒക്കെ മാറ്റുന്നൊരു കാലമാണല്ലോ ഇത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ വീട്ടിൽ വെച്ച് നടക്കുന്നൊരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഇവരുടെ ക്ലോസ് റിലേറ്റീവ്സ് മാത്രം പങ്കെടുക്കുന്ന വളരെ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്. പക്ഷേ ഞങ്ങളെ റിലേഷൻ പറയുമ്പം വളഞ്ഞ റിലേഷനാണെങ്കിലും നമ്മൾ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് കേട്ടോ ഞങ്ങൾ ഈ എൻഗേജ്മെൻറ്റിന് പങ്കെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ എൻഗേജ്മെൻറ്റിന് വേണ്ടുന്ന ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ച സമയം ഭക്ഷണം കഴിക്കേണ്ട ഒരു നേരമാണ് ഇത്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് ദിനിഷ. എൻ്റെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഇവരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എല്ലാവരും ഇവരുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിങ്ങിലാണ്. നല്ല അടിച്ചുപൊളിയായിട്ടുള്ളൊരു കല്യാണമാണ് നമ്മളെ ഫാമിലിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളും അവരുടെ കൂട്ടത്തിൽ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് കേട്ടോ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെഷൻ ആരംഭിച്ചു. ഇതവരുടെ ഫാമിലിയാണ് രണ്ടുപേരുടെയും. പിന്നെ ഞങ്ങളും കയറിയിട്ടൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷമാണ് കേട്ടോ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. നല്ല ബിരിയാണി ഉണ്ടായിരുന്നു. ഫുഡെല്ലാം നല്ല അടിപൊളിയാണ്. പക്ഷേ ആ ചൂടിന് അതൊന്നും കഴിക്കാനുള്ളൊരു തോന്നലേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ എവിടെ പോയാലും ഒന്നിച്ചേ ഇരിക്കാറുള്ളൂ. ഭയങ്കര വൈബാണ് ശ്രുതിയേച്ചിൻ്റെ അപ്പുറം ഏത് പരിപാടിക്ക് പോകാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്രയും കമ്പനിയാണ് ഞങ്ങൾ തമ്മിൽ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മുടേതായ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. നല്ല ചൂടായതുകൊണ്ട് നമ്മളെല്ലാവരും പിന്നെ പന്തലിന് പുറത്ത് തന്നെയാണ് കേട്ടോ നിന്നിട്ടുണ്ടായത്. അതിന് ചുറ്റും നല്ല മരങ്ങളും കാറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് പുറത്ത് നിൽക്കാൻ ഭയങ്കര സുഖമുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. നല്ലൊരു നെക്ക് പീസും അതുപോലെ നല്ലൊരു ഫുഡ് വെയറും കൊണ്ടാണ് ഞാനിത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ട് പറയണേ. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ബസ്സിലാണ് വന്നിട്ടുണ്ടായത്. അങ്ങോട്ടേക്ക് പോകുമ്പോഴേ ബസ്സിലാണ് പോകുമെന്ന് മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ വണ്ടിയിൽ കയറിയപ്പോൾ ഇവൻ ആകെ ഒന്ന് മൂഡ് ഓഫായി. ഇവൻ ബസ്സും പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ നമ്മളെ കൂടെ വന്നിട്ടുണ്ടായത്. നല്ല വൈബുള്ള ടീമിൻ്റെ കൂടെ ഇങ്ങനത്തെ ബസ്സിൽ യാത്ര ചെയ്യാൻ പ്രത്യേക സുഖമല്ലേ. അത് ലൈഫിൽ എപ്പോഴും നമുക്ക് കിട്ടുന്നൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട് വെക്കാനുള്ള താമസമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിള്ളേർ സെറ്റ് ഫുൾ ഓണിലായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ടയേർഡായി. അവർ ബസ്സിൽ കയറി ഉടനെ തന്നെ സൈഡായിട്ടുണ്ടായിരുന്നേ. ഒന്നാമത് കാസർഗോഡ് നിന്ന് ഇവർ യാത്ര ചെയ്ത് വരുന്നതാണ്. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് മൊത്തത്തിലങ്ങ് ഓഫായിപ്പോയി എല്ലാവരും. പക്ഷേ നമ്മൾ കുറച്ച് ആൾക്കാർ ആരെയും ശല്യം ചെയ്യാണ്ട് കുറച്ച് പിറകോട്ട് പോയി ഇരുന്നിട്ട് വളരെ നന്നായിട്ട് ഈ ഒരു യാത്ര എൻജോയ് ചെയ്തു. നമ്മൾ ലൈഫിൽ കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ തന്നെ വിചാരിക്കണം ഒന്ന് കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിന്തിക്കുന്നൊരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ വൈബിലുള്ള ആൾക്കാരൊന്നും വെച്ചിട്ടുണ്ടാകുമ്പം അത് മാക്സിമം അങ്ങ് എൻജോയ് ചെയ്യുക, അതല്ലേ വേണ്ടത്.
കൂത്തുപറമ്പിലേക്ക് പോകാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്ത പോലെ തോന്നി. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും പെട്ടെന്ന് എത്തിയിട്ടോ. അത്രയും നല്ല രീതിയിൽ ഞങ്ങൾ ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ പലരെയും നമ്മളിനി വീണ്ടും മീറ്റ് ചെയ്യുന്നത് ശ്രീനാഥിൻ്റെ കല്യാണമൊക്കെ ആകുമ്പോഴാണേ. കണ്ണപുരത്ത് എത്താനാകുമ്പോഴേക്കും ഞങ്ങൾ ബസ്സിൻ്റെ മുന്നിലേക്ക് നടന്നു കിട്ടാം. അല്ലെങ്കിൽ പിന്നെ സ്റ്റോപ്പ് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങുമെന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ആരെയും ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് പറയണം തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോൻ്റെ മുന്നിലാണ് കേട്ടോ ഇറങ്ങിയത്. എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.